بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ തിന്മകളുടെ അതിൻ്റെ ദോഷങ്ങൾ, അപകടങ്ങൾ എന്നിവ പറയുന്നിടത്ത് അടുത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള കൊടുക്കുന്നു, അൽ മആസി സബബുൻ ഫീ നുഖ്സാനിൽ അഖൽ. തിന്മകൾ ഒരുത്തന്റെ ബുദ്ധിയെ കുറച്ചു കളയും, ബുദ്ധിയിൽ കുറവുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കും. അതായത് രണ്ടാളുകൾ, അവർക്ക് ഒരുപോലെ ബുദ്ധിയുള്ള, ഫിത്രത്തിയായിട്ട് ബുദ്ധിയും കഴിവുള്ള ആളുകളാണെങ്കിൽ അതിലൊരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവനും മറ്റേയാൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനുമാണെങ്കിൽ ബുദ്ധിയുള്ള അനുസരിക്കുന്നവൻ, അവന്റെ ബുദ്ധി കൂടുതൽ ശരിയായതും പൂർണ്ണമായതും അതുപോലെ തന്നെ അവന്റെ വീക്ഷണങ്ങളും ചിന്തകളും ഏറ്റവും ശരിയായതായിരിക്കും. അതല്ല, തിന്മകൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവന്റെ ചിന്തയും അതുപോലെ തന്നെ വീക്ഷണങ്ങളും എല്ലാം കൂടുതൽ തെറ്റായിരിക്കും, കാരണം അവന്റെ ബുദ്ധി കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഇബ്നുൽ ഖയ്യിം പറയാണ്, വലിഹാദാ തജിദു ഖിതാബൽ ഖുർആൻ ഇന്നമാ ഹുവ മഅ ഉലിൽ ഉഖൂൽ വൽ അൽബാബ് കഖൗലിഹി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ആയത്തുകൾ പറയുന്നിടത്ത് അത് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നുള്ളിടത്ത് ബുദ്ധിയുള്ളവർ എന്നുള്ള ലുബുള്ളവർ എന്നുള്ള തരത്തിൽ പറഞ്ഞത് കാണാം. സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്തിൽ വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്തിൽ ഫത്തഖുല്ലാഹ് യാ ഉലിൽ അൽബാബി ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ അല്ലാഹുവിനെ സൂക്ഷിക്കുക. സൂറത്തുൽ ബഖറയിലെ 269-ാമത്തെ ആയത്തിൽ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരല്ലാതെ ചിന്തിച്ച് മനസ്സിലാക്കുകയില്ല. അപ്പോ നമ്മുടെ ബുദ്ധി അത് ഏറ്റവും നല്ല രീതിയിലാവണമെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കേ ആവുകയുള്ളൂ. പാപങ്ങൾ ചെയ്താൽ നമ്മുടെ ബുദ്ധിയും കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും എല്ലാം നമുക്ക് തോന്നും അത് ശരിയാണെന്ന് തോന്നും, പക്ഷേ അത് ബഹുദൂരം പിഴച്ചതായി മാറിയിട്ടുണ്ടാവും. ഇബ്നുൽ ഖയ്യിം പറയാണ്, വകൈഫ യകൂനു ആഖിലൻ വാഖിറൽ അഖ്ലി മൻ യഅസി മൻ ഹുവ ഫീ ഖബ്ലതിഹി വഫീ ദാരിഹി വഹുവ യഅലമു അന്നഹു യറാഹു വയുശാഹിദു. എങ്ങനെയാണ് ഒരാൾ നല്ലൊരു ബുദ്ധിയുള്ളവനാവുക? അള്ളാഹുവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ ഭവനത്തിലും അഥവാ ദുനിയാവിലുമായി അള്ളാഹു കാണുന്നവനും അള്ളാഹു സാക്ഷിയാണെന്നുള്ള ബോധത്തിൽ തിന്മ ചെയ്യുന്ന ഒരുത്തൻ എങ്ങനെയാണ് അള്ളാഹുവിനെ ബുദ്ധിയുള്ള ഒരാളായിട്ട് മാറുക? കാരണം അവന് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വീക്ഷണമില്ലാതെ, സാക്ഷിയാവാതെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ടും അവൻ തിന്മയിൽ മുഴുകുന്നുണ്ട് എങ്കിൽ അത് അവന്റെ ബുദ്ധിയുടെ കുറവിനെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പറയാണ്, അപ്പൊ ഒരു ബുദ്ധിയുള്ള ആൾ എങ്ങനെയാണ് ഈ പാപങ്ങൾ ചെയ്തുകൊണ്ട് ഈ നഷ്ടങ്ങൾ വരുത്തി അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാവുക, അള്ളാഹുവിന്റെ ശിക്ഷ വാങ്ങുന്ന അവസ്ഥയുണ്ടാവുക? ഒരിക്കലുമില്ല. അപ്പൊ ബുദ്ധി കുറഞ്ഞു പോകും. എങ്ങനെയാണ് ഒരുത്തന് ബുദ്ധി ഉണ്ടാവുക? കുറച്ചു നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ കുറച്ചു കാലത്തെ ഒരു ആസ്വാദനം അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. സുന്നതൻ ഖദീക അന്നഹാ ഹുൽമുൻ ലം യകുൻ അലാ ഹാദ النعيم المقيم والفوز العظيم. പരലോകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ആസ്വദിച്ച ആസ്വാദനങ്ങൾ ഒരു സ്വപ്നം പോലെ നീങ്ങിപ്പോകുന്ന കാര്യമാണ്. അതിനുവേണ്ടി ആ സ്വപ്നം പോലെ നീങ്ങിപ്പോകുന്ന ആ ചെറിയൊരു ആസ്വാദനത്തിന്, കുറച്ചു നേരത്തെ ആസ്വാദനത്തിന് വേണ്ടി നിലനിൽക്കുന്ന മഹത്തായ പരലോകത്തെ നഷ്ടപ്പെടുത്തിയവൻ എങ്ങനെയാണ് ബുദ്ധിയുള്ളവനാവുക? ബൽ ഹുവ സആദത്തു ദുനിയ വൽ ആഖിറ
ولولا العقل الذي تقوم به عليه الحجة لكان بمنزلة المجانين. അവന് ഒരു ഹുജ്ജത്തായിക്കൊണ്ട് അവന് ബുദ്ധി തന്നെ മതി, അവന് ചിന്തിക്കാനുള്ള ഒരു ഇതായിട്ട് അവന് ബുദ്ധി തന്നെ ഉണ്ട്. ഇനി അവൻ ആ ബുദ്ധി ഉണ്ടായിട്ടും ഈ തിന്മയിൽ മുഴുകുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്ത ഒരു ഭ്രാന്തനാണ് അവനേക്കാൾ ഉത്തമനായിട്ടുള്ള അവസ്ഥയിലുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിയുണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരുവൻ അവൻ തിന്മയിൽ മുഴുകുകയാണെങ്കിൽ അത് അവന്റെ ബുദ്ധിയുടെ കുറവിനെ അറിയിക്കുന്നതാണ്. അവൻ മുഴുകുന്നതിനനുസരിച്ച് അവന്റെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും തെറ്റിക്കൊണ്ടേയിരിക്കും. ويا عجبا لو صحت العقول لعلمت أن طريق تحصيل اللذة والفرح والسرور والطيب العيش إنما هو في رمضاء من النعيم كله في رضا. ബുദ്ധിയുള്ള ഒരുവനാണെങ്കിൽ അവന് മനസ്സിലാക്കും യഥാർത്ഥ ആസ്വാദനത്തിന്റെയും സന്തോഷത്തിന്റെയും വിശിഷ്ടമായ ജീവിതവും ലഭിക്കാനുള്ള മാർഗം എന്നുള്ളത്, എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കാനുള്ള മാർഗം അള്ളാഹുവിന്റെ തൃപ്തി നേടലാണ്. വൽ അലമു വൽ അദാബു കുല്ലുഹു ഫീ സഖതിഹി വഗളബിഹി. നാം അനുഭവിക്കുന്ന എല്ലാ വേദനയും ബുദ്ധിമുട്ടുകളും അതെല്ലാം അള്ളാഹുവിന്റെ കോപം കൊണ്ടും അള്ളാഹുവിന്റെ വെറുപ്പ് കൊണ്ടാണെന്ന് മനസ്സിലാക്കും. ഫീ റിളാഹു ഖുർറത്തുൽ ഉയൂൻ. അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് നമ്മുടെ കൺകുളിർമ ഉണ്ടാവുക, അഥവാ ബുദ്ധിയുള്ള ഒരാളുടെ. വസുറൂറുൻ നുഫൂസ് വഹയാത്തുൽ ഖുലൂബ് വലദ്ദത്തുൽ അർവാഹ് വതീബുൽ ഹയാത്ത് വലദ്ദത്തുൽ ഐശ് വതിയബുൻ നഈം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഖൽബിന്റെ സന്തോഷവും അതുപോലെ റൂഹിന്റെ ആസ്വാദനവും നല്ല ജീവിതവും എല്ലാം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട് മാത്രമായിരിക്കും. മിമ്മാ ലൗ വസന മിൻഹു മിസ്ഖാലു ദർറത്തിൻ ബിനഈമിദ് ദുനിയ ലം യഫി ബിഹി. ഈ ഒരു ആസ്വാദനം, അള്ളാഹുവിന്റെ തൃപ്തി നേടിയിട്ട് ഒരുത്തൻ അനുഭവിക്കുന്ന ആസ്വാദനം, ഒരു നുള്ളെടുത്തിട്ട് ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ മൊത്തം വെച്ച് നോക്കിയാലും അതൊരിക്കലും യോജിക്കൂല. ബൽ ഇദാ ഹസല ലിൽ ഖൽബി മിൻ ദാലിക ഐസർ നസീബ് ലം യർള ബിദ്ദുനിയ വമാ ഫീഹാ ഇബളൻ മിൻഹു. ഒരിക്കലും ദുനിയാവിന്റെ ഒന്നും തന്നെ ഈ ഒരു ആസ്വാദനത്തിന് പകരമാകുന്ന അവസ്ഥയിൽ അതെത്തുകയില്ല. കാരണം അത്രയും വലിയ ആസ്വാദനമായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, അള്ളാഹുവിനനുസരിക്കുന്ന ആളുകൾ, ഇനി അവർക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഞെരുക്കമോ ബുദ്ധിമുട്ടുകളോ വന്നാൽ പോലും, എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ പോലും അവർക്ക് മറ്റുള്ളവരെ പോലെയല്ല. ദുനിയാവിന്റെ മാത്രം ചിന്തയിൽ മുഴുകുന്ന, അള്ളാഹുവിനെ അറിയാത്ത ആളുകളെ, തിന്മയിൽ മുഴുകുന്ന ആളുകളെ പോലെയല്ല. അവർക്ക് മറ്റു പല കാര്യങ്ങളും പ്രതീക്ഷിക്കാനുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, സൂറത്തുൻ നിസായിലെ 104-ാമത്തെ ആയത്തിൽ പറയാണ്, ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ. യുദ്ധത്തിൽ ചില തോൽവികളെല്ലാം ഏറ്റുവാങ്ങി ചില വേദന അനുഭവിക്കേണ്ടി വന്നപ്പോൾ അള്ളാഹു പറയാണ്, സഹാബികളോട് പറയാണ്, മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങളിപ്പോ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരും നിങ്ങളെ പോലെ വേദന അനുഭവിച്ചിട്ടുണ്ട്, ശത്രുക്കൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഒരുപോലെയാണോ? അല്ല. എന്നിട്ട് പറയാണ്, വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. പക്ഷേ അള്ളാഹുവിനെ അറിയാത്ത, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാനുള്ള അവസരം അവിടെയുണ്ട്. അപ്പോ ബുദ്ധി കുറഞ്ഞ ആളുകൾ മാത്രമാണ് തിന്മയിൽ തുടർന്ന് മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവുക. അത് മുഴുകും തോറും അവന്റെ ബുദ്ധി വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തത്, അൽ മആസി തൂജിബുൽ ഖതീഅത ബൈനൽ അബ്ദി വബൈന റബ്ബിഹി. തിന്മകൾ അവന്റെയും അവന്റെ റബ്ബിന്റെയും ഇടയിൽ ഉള്ള ബന്ധം തന്നെ മുറിച്ചു കളയും. അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധത്തെ തിന്മകൾ കാരണത്താൽ മുറിച്ചു കളയും. ഇത് വളരെ വലിയൊരു നഷ്ടമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ ഖൈറ് ലഭിക്കുന്നതും അതുപോലെ എല്ലാവിധ ഷർറുകളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതും അള്ളാഹുവിനെ കൊണ്ടാണ്. ആ ബന്ധം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക? فأي فلاح وأي رخاء وأي عيش لمن انقطعت عنه أسباب الخير. ആ നന്മയുടെ മാർഗമായിട്ടുള്ള അള്ളാഹുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയ ഒരുത്തിന് പിന്നെ എന്ത് സന്തോഷവും എന്ത് വിജയവും എന്ത് സമാധാനവുമാണ് ഉണ്ടാവുക? وقطع ما بينه وبين وليه ومولاه الذي لا غنى له عنه طرفة عين. അവൻ ബന്ധം മുറിച്ചിട്ടുള്ളത് അവന്റെ രക്ഷാധികാരിയായിട്ടുള്ള അള്ളാഹുമായിട്ടാണ്. ആ അള്ളാഹുമായിട്ടൊരു കണ്ണിമ നെറ്റുന്ന നേരം പോലും ബന്ധം മുറിച്ചാൽ പിന്നെ അവനെന്തില്ല? അവന്റെ ജീവിതം തന്നെ ഇല്ല. ആ അള്ളാഹുവിന് പകരമായിട്ട് ഒന്നും തന്നെ അവന് ലഭിക്കില്ല. പിന്നെ അവനുണ്ടാകുന്നത് ഷർറിന്റെ മാർഗങ്ങളും അതുപോലെ നഷ്ടത്തിന്റെ മാർഗങ്ങളും മാത്രമായിരിക്കും. قال بعض السلف, സലഫുകളിൽ ചിലർ പറയാറുണ്ട്, رأيت العبد ملقى بين الله سبحانه وبين الشيطان. ഞാനൊരു അടിമയെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെയും ഷൈത്താനിന്റെയും ഇടയിലായിക്കൊണ്ട് രണ്ട് ഇതിലാണ്.
ഫഇന്ന അറദല്ലാഹു അൻഹു തവല്ലാഹു ശൈത്താൻ. അവൻ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ പിശാച് അവന്റെ മേലെ അധികാരപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും. വഇൻ തവല്ലാഹുല്ലാഹ് ലം യഖ്ദിർ അലൈഹി ശൈത്താൻ. അള്ളാഹു അവനെ സംരക്ഷിച്ചാലോ പിശാചിന് പിന്നെ അവന്റെ മേലെ യാതൊരു സ്വാധീനവും ഉണ്ടാവില്ല. വഖദ് ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ ആയത്തിൽ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചെയ്തു, മലക്കുകൾ എല്ലാവരും ചെയ്തു. ഇബ്ലീസ് ചെയ്തില്ല, ഇബ്ലീസ് ജിന്നിൽപ്പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബിഹി, അവൻ അള്ളാഹുവിന്റെ റബ്ബിന്റെ കൽപ്പനയോട് ധിക്കാരം കാണിച്ചു. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഫതസ്തഖിദൂനഹു വദുദ്ദിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദു. നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളുമെല്ലാം എനിക്ക് പുറമെ അവനെ വലിയായിട്ട് എടുക്കുകയാണോ, അല്ലെങ്കിൽ അവനെയും അവന്റെ ആളുകളെയും വലിയായിട്ട് എടുക്കുകയാണോ? വഹും ലക്കും അദു, അവൻ നിങ്ങൾക്ക് ശത്രുവായിരിക്കെ. അഥവാ പിശാചും പിശാചിന്റെ സന്താനങ്ങളും മനുഷ്യർക്ക് ശത്രുവാണ്. ആ ശത്രുവാണെന്നിരിക്കെ വീണ്ടും ആ പിശാചിനൊപ്പം കൂടുന്ന ഒരവസ്ഥയാണോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് വിഷയം? അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിശാചാണ് നമ്മുടെ മേൽ അധികാരപ്പെടുത്തുക. ഈ പറഞ്ഞൊരു വാചകത്തെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒന്ന് വിശദീകരിക്കുകയാണ്. യഖൂലു സുബ്ഹാനഹു ലിഇബാദിഹി, ഇവിടെ അള്ളാഹു അടിമകളോട് പറയുന്ന കാര്യം, അന കറംതു അബാക്കും, ഞാൻ നിങ്ങളുടെ പിതാവിനെ ആദരിച്ചു, ആദം നബി അലൈഹിസ്സലാമിനെ. വറഫഅതു ഖദ്റഹു, ആ സ്ഥാനം ഉയർത്തി. വഫദ്ദൽതുഹു അലാ ഗൈരി, മറ്റ് ആരെക്കാളും ഫളലുകൾ, സ്ഥാനവും ശ്രേഷ്ഠതയും നൽകി. ഫഅമർതു മലായികതി കുല്ലഹും അൻ യസ്ജുദൂ ലഹു, ഞാൻ കൽപ്പിച്ചു എല്ലാ മലക്കുകളോടും ആദം നബി അലൈഹിസ്സലാം സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. തക്രീമൻ ലഹു വ തശ്രീഫൻ, ആദം നബിക്കുള്ള ഒരു ഇക്റാമായിട്ട്, ഒരു ശ്രേഷ്ഠതയായിട്ട്. ഫഅതാഊനി വഅബാ അദുവി വഅദുവുഹു, അവരെല്ലാവരും അനുസരിച്ചു, ഒരാൾ ഒഴികെ, എന്റെയും നിങ്ങളുടെയും ശത്രുവായ ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും അനുസരിച്ചു. ഫഅസാ അംരി, ഇബ്ലീസ് എന്റെ കൽപ്പന എതിർത്തു. വഖറജ അൻ തഅതി, എന്റെ അനുസരണത്തിൽ നിന്ന് ഒഴിവായി. ഫകൈഫ യഹ്സുനു ബികും ബഅദഹ അൻ തത്തഖിദൂഹു വദുദ്ദിയതഹു ഔലിയാഅ മിൻ ദൂനി, എങ്ങനെയാണ് ശരിയാവുക ആ പിശാചിന്റെ ആളുകളെ, അല്ല ഇബ്ലീസിന്റെ കൂട്ടരെ നിങ്ങൾ വീണ്ടും കൂട്ടുകാരെ എടുക്കുന്ന എങ്ങനെയാണ് ശരിയാവുക? ഫതുതീഊനഹു ഫീ മഅസിയതി, എന്നിട്ട് എന്നെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അവനെ അനുസരിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? വതുവാലൂനഹു ഫീ ഖിലാഫി മർളാതി വഹുവ അദുവ്വുൻ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ടും അവനെ കൂട്ടുകൂടുക, എന്റെ തൃപ്തി നേടുന്നതിന് പകരം അവനോടൊപ്പം കൂടുന്ന അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക? ഫവാലൈതും അദുവ്വി ഖദ് അമർതുകും ബിമുആദാതിഹി, അവനോട് ശത്രുത വെച്ച് പുലർത്തണമെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷവും പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആ പിശാചിനോട് കൂട്ടുകൂടുന്നത്? അതായത് അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരോട് കൂട്ടുകൂടി എന്നാണ് അതിന്റെ അർത്ഥം? പിശാചിനോട് കൂട്ടുവിടുക. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ശത്രുവായിട്ട് ഞാൻ അറിയിച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള പിശാചിനോട് പിന്നെയും നിങ്ങൾ കൂട്ടുകൂടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കുന്നത്. ഇബ്നു ഖയ്യിം പറയുന്നു, വമൻ വാല അദാഅൽ മലികാന ഹുവ അദാഉഹു ഇൻദഹു സവാ, ഒരാൾ രാജാവിന്റെ അഥവാ അള്ളാഹുവിന്റെ ശത്രുവുമായിട്ട് ഒരാൾ കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ ആ ശത്രുവും അവനും സമമാണ്. അള്ളാഹുവിന് ശത്രുവായിട്ട് ഒരാളുമായിട്ട് നമ്മൾ കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ പിന്നെ ആ ശത്രുവും നമ്മളും ഒരുപോലെയാണ്. ഫഇന്നൽ മഹബ്ബത വത്വാഅത ലാ തതിമു ഇല്ലാ ബിമുആദാതി അഅദാഇൽ മുതാഇ വമവാലാതി ഔലിയാഇഹി, അതായത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അനുസരണവും പൂർണ്ണമാവുകയില്ല അള്ളാഹു വെറുക്കുന്നവരെ, അള്ളാഹുവിന്റെ ശത്രുക്കളോട് ശത്രുത വെച്ച് പുലർത്താതെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടം വെച്ച് പുലർത്താതെയും ഒരിക്കലും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോട് അനുസരണവും ഒരുമിച്ചാവുകയില്ല. അത് അസംഭവ്യമാണ്. വലാഉ ബറാഇന്റെ വിഷയത്തിൽ വരുന്നൊരു കാര്യമാണ് ഇത് പിശാചുമായി ബന്ധപ്പെട്ട്. നമ്മൾ എന്താണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു വെറുക്കുന്നതിനെ നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ശത്രുക്കളുമായിട്ട് നമ്മൾ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അവർ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ വെറുക്കണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമ്മൾ ഇഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള അനുസരണവും പൂർത്തിയാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോ ഇവിടെ പറഞ്ഞ വിഷയം അള്ളാഹുമായിട്ടുള്ള ബന്ധം തിന്മകളിലൂടെ മുറിഞ്ഞു പോകും. പിന്നീട് നമുക്ക് ബന്ധമുണ്ടാവുക അത് പിശാചുമായിട്ടാവും, ഇബ്ലീസുമായിട്ടായിരിക്കും. അത് ശരിക്കും അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന കാര്യമാണ്. അടുത്ത് പറയുന്ന വിഷയം അൽ മആസി തുംഹിഖു ബറകത്തദ്ദീനി വദ്ദുനിയ, ദീനിലെയും ദുനിയാവിലെയും എല്ലാവിധ ബറക്കത്തുകളും ഇല്ലാതാക്കി കളയും. ഇത് കുറച്ചു മുമ്പ് ഇതിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ പറയാണ്, എല്ലാവിധ ബറക്കത്തും പാപങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. പാപത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് ആ ബർക്കത്തുകൾ, അത് ദീനിലുള്ള ബർക്കത്തുകളും നഷ്ടപ്പെടും, ദുനിയാവിലുള്ള ബർക്കത്തുകളും നഷ്ടപ്പെടും. ഫലാ തജിദു അഖല്ല ബറകത്തിൻ ഫീ ഉംരിഹി വദീനിഹി വദുനിയാഹു മിമ്മൻ അസല്ലാഹ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുവനിൽ അവന്റെ ദീനിലോ അവന്റെ ആയുസ്സിലോ അവന്റെ ദുനിയാവിലോ ബറക്കത്ത് കാണില്ല. വമാ മുഹഖത്തിൽ ബറകത്തു മിനൽ അർളി ഇല്ലാ ബിമആസിൽ ഖൽഖ്. ഭൂമിയിലുള്ള ബറക്കത്തുകൾ ഇല്ലാതാവാനുള്ള കാരണം അവന്റെ അടിമകൾ ചെയ്തിട്ടുള്ള തിന്മകളാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ് സൂറത്തുൽ അറാഫിലെ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ, ഈ ഗ്രാമക്കാർ, ഈ കൂട്ടർ, ആമനൂ വത്തഖൗ, അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു ആകാശഭൂമികളുടെ ബറക്കത്തുകളുടെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. അതായത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമുള്ള ഒരു കാര്യം. സിയാദത്ത് എന്നതിന് അർത്ഥം പറയാറുണ്ട്. ഉള്ളത് വർദ്ധിക്കാം, അല്ലെങ്കിൽ ഉള്ള നമ്മൾ കാണുന്ന വസ്തു ഉള്ളത് കുറവാണെങ്കിലും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ വർദ്ധിക്കാം. അത് നമ്മുടെ സമ്പത്തിലുണ്ടാകും, സന്താനങ്ങളിലുണ്ടാകും, സമയത്തിലുണ്ടാകും, ഉറക്കത്തിലുണ്ടാകും, ഭക്ഷണത്തിലുണ്ടാകും. എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ ബറക്കത്തുകൾ കാണാൻ സാധിക്കും. പല ഉലമാക്കളുടെ ജീവിതവും പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവർ കുറഞ്ഞ കാലത്ത് തന്നെ അവർ ഈ ദീനിന് വേണ്ടി ചെയ്ത പരിശ്രമങ്ങൾ, അവരുടെ ഇൽമ്, ആ ഇൽമിന്റെ ആഴം, അത് കുറഞ്ഞ സമയത്ത് അവർക്ക് ചെയ്യാൻ സാധിച്ചത് അവരുടെ സമയത്തിലുള്ള ബർക്കത്ത് കൊണ്ട് മാത്രമാണ്. അതുപോലെ ഉറക്കത്തിൽ ബർക്കത്ത് ഉണ്ടാവും. അതായത് ചില ആളുകൾക്ക് അവരൊരു 8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രം മാറുന്ന അവരൊരു ക്ഷീണം മറ്റു ചില ആളുകൾക്ക് 1-2 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ മതിയാവും. കാരണം അത്ര അവർക്ക് ഉറക്കം ആവശ്യം ഉണ്ടാവുള്ളൂ. അവർക്ക് ആ ക്ഷീണം ഒഴിവായി കിട്ടും. ഉറക്കത്തിലുണ്ടാവും ബർക്കത്ത. അതുപോലെ തന്നെ അവരുടെ ഉപജീവനത്തിൽ എല്ലാ മേഖലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള ഈമാനിന്റെയും തഖ്വയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കും. അതുപോലെ സൂറത്തു ജിന്നിലെ ആയത്തുകൾ കൊടുത്തു, വഅല്ലവിസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖാ, അവർ ഈ മാർഗത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നാൽ, നേരെ ചൊവ്വേ നിലനിന്നാൽ അവർക്ക് നാം മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നതാണ്. അഥവാ ബർക്കത്തിന്റെ അടയാളമായിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹദീസിൽ കാണാം, വഇന്നൽ അബ്ദ ലയഹ്റുമു റിസ്ഖ ബിദംബി യുസീബുഹു, ഒരു അടിമ അവന് ചെയ്ത തിന്മ കാരണത്താൽ അവന്റെ റിസ്ഖ് തടയപ്പെടും, അവന്റെ ഉപജീവനത്തിൽ തടസ്സമുണ്ടാകും. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന റൂഹൽ ഖുദ്സ് നഫസ ഫീ റൂഇ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ അറിയിക്കുകയുണ്ടായി, എനിക്ക് അറിയിക്കുകയുണ്ടായി, അന്നഹു ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നഹു ലൻ തമൂത നഫ്സുൻ, ഒരു ആളും തന്നെ മരിക്കുകയില്ല, ഹത്താ തസ്തക്മില റിസ്ഖഹാ, അവന് രേഖപ്പെടുത്തിയ ഉപജീവനം പൂർത്തീകരിക്കാതെ. ഫത്തഖുല്ലാഹ വഅജ്മിലൂ ഫിത്തലബ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല രീതിയിൽ അതിനെ തേടണം, റിസ്ഖിനെ തേടണം. ഫഇന്നഹു ലാ യുനാലു മാ ഇൻദല്ലാഹി ഇല്ലാ ബിതാഅതിഹി, അള്ളാഹുവിന്റെ അടുക്കലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ കിട്ടൂല, അള്ളാഹുവിനെ അനുസരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹറാമ് ചെയ്തുകൊണ്ട് നിങ്ങൾ നേടാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അവനുള്ള അനുസരണം കൊണ്ടേ ലഭിക്കുകയുള്ളൂ. അള്ളാഹു ആക്കിയിട്ടുള്ളത്, അള്ളാഹു സമാധാനത്തിനെയും റാഹത്തിനെയും സന്തോഷത്തിനെയും എല്ലാം ആക്കിയിട്ടുള്ളത് അവന്റെ തൃപ്തിയിലും അവനിലുള്ള ദൃഢമായ വിശ്വാസത്തിലുമാണ്. റൗഹും ഫർഹും വേണോ, ദിളയും യഖീനും ഉണ്ടായിരിക്കണം. വജഅലൽ ഹമ്മ വൽ ഹുസ്ന ഫീ ശക്കി വസുഖ്, ഇനി ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിന്ത, ദുഃഖം, അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു വെച്ചിട്ടുള്ളത് ശക്കി വസുഖ്, അള്ളാഹുവിലുള്ള സംശയം.
അതുപോലെ അള്ളാഹുവിന്റെ വെറുപ്പ് നേടുന്ന പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ, ഇത് ചെയ്യുന്നവരിലാണ് അള്ളാഹു തആലയുടെ ഈ ഭയപ്പാടും ചിന്തയും ബേജാറൊക്കെ ഉണ്ടാവുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും തന്നെ നമുക്ക് സാധിക്കുകയില്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, വഖദ് തഖദ്ദമ അന്ന ഉംറൽ അബ്ദി ഹുവ മുദ്ദത്തുൽ ഹയാത്ത്. ഒരുത്തന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ സമയങ്ങളാണ്. വലാ ഹയാത ലിമൻ അഅറള അനില്ലാഹി വസ്തഗല ബിഗൈരിഹി. അല്ലാഹുവിൽ നിന്ന് തിരിഞ്ഞ് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയ ഒരുത്തന് ജീവിതമില്ല. ബൽ ഹയാത്തുൽ ബഹാഇമി ഖൈറു മിൻ ഹയാത്തിഹി. അല്ലാഹുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരുത്തന്റെ അവസ്ഥ മൃഗങ്ങളെക്കാൾ മോശമാണ്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ജീവിതമാണ് അതിലേക്കാൾ നല്ലത്. ഫഇന്ന ഹയാത്തൽ ഇൻസാൻ ബിഹയാത്തി ഖൽബിഹി വറൂഹിഹി. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവന്റെ ഖൽബിന്റെയും റൂഹിന്റെയും ഹയാത്ത് പോലെ ഇരിക്കും. വലാ ഹയാത ലിഖൽബിഹി ഇല്ലാ ബിമഅരിഫതി ഫാതിരിഹി വമഹബ്ബതിഹി വഇബാദതിഹി വഹ്ദ. ഖൽബിന് ഒരിക്കലും ജീവൻ ഉണ്ടാവില്ല ആ ഖൽബിനെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടും റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ടും റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ലാതെ, അവനെ മാത്രം. വൽ ഇനാബത്തി ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ. വതുമഅനീനതി ബിദിക്രി വൽ ഉൻസ് ബിഖുർബിഹി, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ലഭിക്കുന്ന സമാധാനം കൊണ്ടല്ലാതെ, അല്ലാഹുമായിട്ട് അടുത്തൊരു സാമീപ്യം ലഭിക്കുന്നതുകൊണ്ടല്ലാതെ. വമൻ ഫഖദ ഹാദിഹിൽ ഹയാ ഫഖദ അൽ ഖൈറ കുല്ല. ഇതൊരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഖൈറെല്ലാം നഷ്ടപ്പെട്ടു. വലൗ തുഅബ്ബിദ അൻഹാ ബിമാ തുഅബ്ബിദ ഫിദ് ദുനിയ. ഇതിന് പകരമായിട്ട് ദുനിയാവിലെ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ പകരം വെക്കാൻ നോക്കിയാൽ, ബൽ ലൈസത്തിദ് ദുനിയ ബിഅജ്മഇഹാ ഇവൻ അൻ ഹാദിൽ ഹയാ. ദുനിയാവിലെ എല്ലാം എടുത്തിട്ട് നിങ്ങൾ പകരം വെച്ച് നോക്കിയാൽ, ഫമിൻ കുല്ലി ഷൈഇൻ യഫൂതുൽ അബ്ദ ഇവദുൻ. ദുനിയാവിലെ എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലും അതിനെല്ലാം പകരം ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വഇദാ ഫാതഹുല്ലാഹ് ലം യുഅവ്വൽ അൻഹു ഷൈഉൻ അൽബത്ത. അല്ലാഹുവിനെ പാഴാക്കിയാലോ അല്ലാഹു നഷ്ടപ്പെട്ടാലോ മറ്റൊന്നുകൊണ്ടും അതിനെ പകരം വെക്കാൻ ഒരിക്കലും സാധിക്കില്ല. വകൈഫ യുഅവ്വദുൽ ഫഖീറു ബിദ്ദാതി അനിൽ ഗനി ബിദ്ദാത്. എങ്ങനെയാണ് അള്ളാഹുവിന് പകരം ഒരാളെ വെക്കുകയാണ്? അതിനൊരു ഉദാഹരണം പറയാണ്. ദാത്ത് അസ്തിത്വപരമായിട്ട് തന്നെ ദരിദ്രനായിട്ടുള്ള ഒരാളെ ദാത്തിയായിട്ട് ഖനിയായിട്ട് ഒരാൾക്ക് പകരമായിട്ട് എങ്ങനെ വെക്കുക? അഥവാ അള്ളാഹുവിന് പകരം മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ കാണുകയാണെങ്കിൽ ആ അള്ളാഹ് എന്താണ്? ഖനിയാണ്. അള്ളാഹുവിന് പകരം അടിസ്ഥാനപരമായിട്ട് തന്നെ ദരിദ്രനായിട്ട് ഒരാൾ എങ്ങനെ വെക്കാൻ പറ്റുക? സാധിക്കില്ല. വൽ ആജിസു ബിദ്ദാതി അനിൽ ഖാദിർ ബിദ്ദാത്. എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിന് പകരമായിട്ട് ദുർബലമായിട്ടുള്ള മറ്റൊന്നിനെ എന്താ വെക്കുക? എന്താവട്ടെ, അവൻ ചെയ്യുന്ന എന്ത് തിന്മയാവട്ടെ, അവന് താല്പര്യമുള്ള എന്ത് കാര്യമാവട്ടെ, എങ്ങനെയാണ് പകരം വെക്കുക? വൽ മയ്യിതു അനിൽ ഹയ്യി അല്ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിന് പകരമായിട്ട് മരണപ്പെടുന്ന നശിക്കുന്ന ഒന്നിനെയാണ് അവൻ എങ്ങനെയാണ് വെക്കുക? വൽ മഖ്ലൂഖു അനിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹുവിന് പകരമായിട്ട് എങ്ങനെയാണ് ഒരു മഖ്ലൂഖിനെ അവൻ പകരം വെക്കുക? ومن لا وجود له ولا شيء له من ذاته البتة عمن غناء وحياته وكماله وجوده ورحمته من لوازم ذاته. സ്വന്തത്തിൽ തന്നെ അവനെന്തില്ല, അവനുണ്ടാകണമെന്നൊരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്ത ഒരുത്തൻ. അപ്പൊ അള്ളാഹു ആണെങ്കിലോ സ്വന്തത്തിൽ ജീവിതവും അതുപോലെ തന്നെ പൂർണ്ണതയും എല്ലാ റഹ്മത്തും എല്ലാം പൂർണ്ണമായിട്ടുള്ള അള്ളാഹുവിന് പകരമായിട്ട് എങ്ങനെ വേറൊന്നിനെ വെക്കുക? വകൈഫ യുഅവ്വദു മൻ ലാ യംലികു മിസ്ഖാല ദർറത്തിൻ അമ്മൻ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്. എങ്ങനെയാണ് ഒരു അണുമണി തൂക്കം പോലും സ്വന്തം അധികാരപ്പെടുത്താത്ത ഒരുത്തനെ ആകാശഭൂമികളുടെ അധികാരിയായിട്ടുള്ള അള്ളാഹുവിന് പകരമായിട്ട് ഒരുത്തൻ കാണുക? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ നമുക്ക് പ്രേരണയേകുന്ന കാര്യം എന്തോ ആവട്ടെ, ചിലപ്പോൾ നമ്മുടെ വികാരങ്ങളായിരിക്കാം, ഹറാമായ താല്പര്യങ്ങളായിരിക്കാം, സമ്പത്തിനോടുള്ള ഇഷ്ടമായ ഹറാമായ സമ്പത്ത് നേടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തൊരു തിന്മകളും ആവട്ടെ. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. അതിലൂടെ പിന്നെ നഷ്ടപ്പെടുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തുകളാണ്. ഇനി ഒരാൾ തിന്മ ചെയ്ത് മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ ബറക്കത്ത് നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, പിശാജ് അവന്റെ കൂട്ടാളിയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അവനോടൊപ്പം പിശാജ് കൂട്ടാളിയായി മാറും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുപോലെ ഏതൊരു വസ്ത്രം അഴിക്കുമ്പോഴും ഏതൊരു സന്ദർഭത്തിലും ബിസ്മില്ലാ എന്ന് പറയാൻ. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ നാമം കൊണ്ടുള്ള ബറക്കത്തുകളെ തേടിക്കൊണ്ട് ആ കാര്യം ചെയ്യുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ലാതെ ബറക്കത്ത് ലഭിക്കില്ല. ഇനി ഇതൊന്നും ഇല്ലെങ്കിലോ
ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നില്ല, വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നില്ല, പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുന്നില്ല, എന്താ ഉണ്ടാവുക? ശൈത്താൻ അവന് കൂട്ടാളിയായി മാറും. അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പിശാചുണ്ടാകും, അവന്റെ വീട്ടിൽ രാപ്പാർക്കാൻ പിശാചുണ്ടാകും, അവനോടൊപ്പം എപ്പോഴും പിശാച് അവന്റെ മേൽ അധികാരപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും. ഇനി ബറക്കത്തിനെതിരായിട്ടുള്ള കാര്യം എന്താണ്? ബറക്കത്തിനെതിരായിട്ട് വവിദ്ദുൽ ബറക്കത്തി അൽഅദത്ത്, അള്ളാഹുവിന്റെ ശാപമാണ്. അള്ളാഹുവിന്റെ ശാപമാണ്. അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ ആളാരാണ്? ഇബ്ലീസാണ്. അപ്പോ ഈ ബറക്കത്തുകൾ തിന്മ കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ, ഇബ്ലീസിനോടൊപ്പം കൂട്ടുകൂടുമ്പോൾ, പിന്നെ ആ ശാപം ഏറ്റുവാങ്ങി അതിൽ മുഴുകിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഫമിൻഹാ ഹുനാ كان للمعاصي أعظم تأثير في محق بركة العمر والرزق والعلم والعمل. അവന്റെ ഉപജീവനത്തിൽ, അവന്റെ ആയുസ്സിൽ, അവന്റെ അറിവിൽ, അവന്റെ കർമ്മത്തിൽ എല്ലാത്തിലും ബറക്കത്ത് പാപങ്ങൾ കാരണം നഷ്ടപ്പെടും. വകുല്ലു വഖ്തിൻ ഉസിയ അല്ലാഹു ഫീ ഔ മാലിൻ ഉസിയ അല്ലാഹു ബിഹി, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഓരോ നിമിഷവും, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഓരോ സമ്പത്തും, ഔ ബദനിൻ ഔ ജാഹിൻ ഔ ഇൽമിൻ ഔ അമലിൻ ഫഹുവ അലാ സാഹിബിഹി, അവന്റെ അടുക്കലുള്ള എന്ത് കാര്യം കൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചാലും ലൈസ ലഹു, അത് അവന് ഉപകാരപ്പെടില്ല. فليس له من عمره وماله وقوته وجاهه وعلمه وعمله إلا ما أتاع الله به. അള്ളാഹുവിനെ അനുസരിച്ച് മാത്രമാണ് അവന് ഉപകാരപ്പെടുന്നതായിട്ടുള്ളൂ, മറ്റതെല്ലാം അവന് നഷ്ടമായിരിക്കും. എന്നിട്ട് ഹദീസ് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസ്, ഹസനായിട്ടുള്ള ഹദീസ്, അദ്ദുനിയ മൽഊനത്തുൻ, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. മൽഊനും മാ ഫീഹാ, അതിനകത്തുള്ളതും, ഇല്ലാ ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒഴികെ, വമാ വാല, അതിലേക്ക് വഴിയൊരുക്കുന്ന കാര്യങ്ങൾ, വആലിമുൻ ഔ മുതഅല്ലിമുൻ, ഇൽമുള്ള ആൾ, അതുപോലെ തന്നെ ഇൽമു പഠിക്കുന്ന ഒരാൾ, ആലിമും മുതഅല്ലിം, ഇതൊഴികെ. അഥവാ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിക്കുന്ന ദുനിയാവിയായ കാര്യങ്ങളിൽ മുഴുകുക എന്നുള്ളത് ശാപമേറ്റുവാകുന്നത് പോലെയുള്ള നഷ്ടമുണ്ടാക്കുന്ന അവസ്ഥയായിരിക്കും. അവന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. അവന് സമ്പത്ത് ആധിക്യം കൊണ്ട് കുറെ ഉണ്ടെങ്കിലും അതിലൊന്നും അവന് യാതൊരു ഹൈറും ബർക്കത്തും ഇല്ലാത്ത അവസ്ഥ തിന്മകൾ കാരണം ഉണ്ടാകും. അടുത്തത് അൽ മആസി സബബുൽ ഹവാനി വദ്ദുല്ലി വസ്സുഗാർ. ഒരടിമ ഏറ്റവും താഴ്ചയിലേക്ക്, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം, ഉയരുന്നതിന് പകരം ഏറ്റവും താഴ്ചയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. പറയാണ് ഫഇന്നല്ലാഹ ഖലഖ ഖൽഖഹു ഖിസ്മൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ച രണ്ട് ഖിസ്മായിട്ടാണ്, രണ്ട് വിഭാഗങ്ങളായിട്ട്. ഒന്ന് അലിയതൻ, ഉയർന്ന ആളുകൾ, ഒന്ന് സിഫ്ലതൻ, താഴ്ന്ന ആളുകൾ. വജഅല ഇല്ലിയീൻ മുസ്തഖറൽ ഇല്യ, ഇലിയത്തായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ, അവരുടെ നാമങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുന്നതാണ്. വസ്ഫല സാഫിലീൻ മുസ്തഖറ സിഫ്ല, അവരെ ഏറ്റവും നിന്ദരായിട്ടുള്ളവർ താഴ്ന്ന അവസ്ഥയിൽ ഉണ്ടാവും. അള്ളാഹുവിനെ അനുസരിക്കുന്നവർ ഈ ലോകത്തും പരലോകത്തും ഉയർന്ന ആളുകളായിരിക്കും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലുമായിരിക്കും ഉണ്ടാവുക, ഏറ്റവും നിന്ദ്യരായ ആളുകളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, വജുഇല ദുല്ലു വസ്സഗാർ അലാ മൻ ഖാലഫ അംരി, എന്റെ കൽപ്പനയോട് ആരാണോ എതിരാകുന്നത് അവന്റെ മേലെ നിന്ദ്യത ഉണ്ടായിരിക്കും. അവൻ എപ്പോഴും ആളുകളുടെ മുമ്പിൽ കൊച്ചായി കൊണ്ടിരിക്കുന്ന, ചെറിയ ആളായിട്ടിരിക്കുന്ന, നിന്ദ്യനായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ സഹോദരങ്ങളെ, ഒരു അടിമ തിന്മ ചെയ്താൽ ഇബ്നു ഖയ്യിം പറയാണ്, ഫകുല്ലമാ അമിലൽ അബ്ദു മഅസിയതൻ നസല ഇലാ അസ്ഫലി ദറജ, എപ്പോഴെല്ലാം ഒരു അടിമ തിന്മ ചെയ്യുന്നുവോ അവൻ അല്ലാഹുവിലേക്കുള്ള ദർജയിൽ താഴ്ന്നു പോകും. വലാ യസാലു ഫീ നുസൂലി ഹത്താ യകൂന മിനൽ അസ്ഫലീൻ, അങ്ങനെ താഴ്ന്ന് ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലേക്ക് എത്തും. വകുല്ലമാ അമില തആഅതൻ ഇർതഫഅ ദറജത, ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന കർമ്മങ്ങൾ എപ്പോഴെല്ലാം ചെയ്യുന്നുവോ അവന്റെ ദറജ കൂടിക്കൊണ്ടിരിക്കും. വലാ യസാലു ഫി ഇർതിഫാഇ ഹത്താ യകൂന മിനൽ അലീൻ, ഏറ്റവും ഉന്നതമായ ആളുകളിൽ എത്തുന്നത് വരെ അവൻ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം, നമുക്ക് തിന്മകൾ കൊണ്ട് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനവും നഷ്ടവുമാണ്. ഇനി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ താഴ്ന്നു പോവുക എന്നുള്ളത് ചിലപ്പോ നമ്മൾ നിസ്സാരമായി കാണുന്ന തിന്മയായിരിക്കും, പക്ഷെ അതുകൊണ്ട് ഏറ്റവും നിന്ദ്യമായ താഴെ ഘട്ടത്തിലേക്ക് എത്തിപ്പോകും എന്ന് പറയാം. എന്നിട്ട് അതിന് തെളിവായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ഹദീസ് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, ഒരു അടിമ ഒരു വാക്ക് പറയും, ലാ യുൽഖി ലഹാ ബാലൻ, അവൻ അതിനൊരു വിലയും കൊടുത്തിട്ടുണ്ടാവില്ല, നിസ്സാരമായിട്ടൊരു വാക്കായിട്ട് അവൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. യഹ്വി ബിഹാ ഫിന്നാർ അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, അവൻ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വീഴും. എത്രത്തോളം? കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരമുണ്ടോ അതിനേക്കാൾ
താഴ്ചയിലേക്ക് അവൻ നരകത്തിൽ വീണുപോകും. അഥവാ അതിനേക്കാൾ താഴ്ചയായ നിന്ദ്യതയിലേക്ക് അവൻ ചാടിപ്പോകും. ഇനി ഈ വിഷയം പറയുമ്പോൾ ഒരാൾ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അവൻ താഴ്ന്ന ദർജയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഒരു മസ്അല ചർച്ച ചെയ്യുകയാണ്. എന്താണ് മസ്അല? ഹൽ യഊദു ബഅദ തൗബതി ഇലാ ദറജതിഹി അല്ലതി കാന ഫീഹാ. ഈ ഒരു അടിമ ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തിന്മ ചെയ്തു കഴിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ നേരത്തെ ഉണ്ടായിരുന്ന ദർജയിൽ തന്നെ അവൻ എത്താൻ പറ്റുമോ? ബിനാഅൻ അലാ അന്ന തൗബത തംഹു അസറ ദംബ്. നമുക്കറിയാം തൗബ എന്ത് ചെയ്യും? പാപത്തിന്റെ അടയാളങ്ങളെ മായ്ച്ചു കളയുമെന്നറിയാം. പക്ഷെ അങ്ങനെ മായ്ച്ചു കളഞ്ഞാൽ പോലും അവൻ പഴയതുപോലെ അതേ ദർജയിലേക്ക് എത്തുമോ അതോ എത്താതിരിക്കുമോ എന്നുള്ളത്. അതിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിനൊരു ഉപമ എന്ന് പറഞ്ഞാൽ വമസലു ദാലിക മസലു റജുലൈൻ യർതഖിയാനി ഫീ സുല്ലമൈൻ ലാ നിഹായത ലഹുമാ. രണ്ടാളുകൾ എടുക്കുക. ആ രണ്ടാളുകൾ രണ്ട് കോണിയിലൂടെ, അവസാനമില്ലാത്ത അറ്റമില്ലാത്ത ഒരു കോണിയിലൂടെ മുകളിലേക്ക് പോവാണ്. വഹുമാ സവാ, ഒരു രണ്ടുപേരും ഒരേ സ്റ്റെപ്പ് ഒരേ ലെവലിലാണ് പോകുന്നത്. ഫനസല അഹദുഹുമാ ഇലാ അസ്ഫൽ. അതിൽ ഒരാൾ എന്ത് ചെയ്തു? ഒന്ന് താഴത്തേക്ക് ഇറങ്ങി. വലു ദറജതൻ വാഹിദ, ഒരു സ്റ്റെപ്പ് ഉള്ളൂ. ഒരാൾ ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങി. സുമ്മ ഇസ്തഅനഫ സുഊദ്, പിന്നെ കുറച്ചു നേരം നിന്നു. അപ്പൊ മറ്റേയാൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഇയാൾ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി, പിന്നെ വീണ്ടും കയറാൻ തുടങ്ങി. ഫൈനല്ലദീ ലം യൻസിൽ യഅലു അലൈഹി വലാ ബുദ്. എന്താവൂല, ഒരിക്കലും ആ തുടർന്ന് പോകുന്ന ആളുടെ ഒപ്പം എന്താവൂല, എത്താൻ പറ്റൂല. അതായത് ഒരേപോലെ സ്റ്റെപ്പ് ഒരേപോലെ സ്പീഡിൽ മേലേക്ക് കയറുന്ന രണ്ടാളുകൾ ഒരുത്തൻ ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ എന്താവൂല, മറ്റവന്റെ ഒപ്പം എത്താൻ പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞത് കാണാം. അതായത് തൗബ ചെയ്ത് മടങ്ങിയാലും പഴയ ദർജയിലേക്ക് എത്തില്ല എന്ന് ചില ആളുകൾ പറഞ്ഞത് കാണാം. വഹകമ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ബൈന ത്വായിഫതൈൻ ഹുക്മൻ മഖ്ബൂലൻ. എന്നാൽ എത്തുമെന്ന് പറഞ്ഞവരുണ്ട്, പഴയതുപോലെ തന്നെ എത്തുമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഈ രണ്ടു കൂട്ടരുടെ അഭിപ്രായത്തെയും എടുത്തുകൊണ്ട് പറയാണ്, അത്തഹ്ഖീഖു അന്ന മിന അത്താഇബീന മൻ യഊദു ഇലാ അർഫഅ മിൻ ദറജതിഹി. തൗബ ചെയ്യുന്ന ശരിയായ ഒരു അഭിപ്രായം മനസ്സിലാക്കുന്നത്, തൗബ ചെയ്ത് മടങ്ങുന്നവരിൽ നേരത്തെ ഉണ്ടായിരുന്ന ദർജയേക്കാൾ മുകളിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. വമിൻഹും മൻ യഊദു ഇലാ മിസ്ലി ദറജതിഹി. എന്നാൽ ചില ആളുകൾ അവർ മുമ്പുണ്ടായിരുന്നത് എവിടുന്നാണോ താഴത്തോട്ട് ഇറങ്ങിയത് അവിടേക്ക് തന്നെ എത്തുന്നവരുണ്ട്. വമിൻഹും മൻ ലാ യസിലു ഇലാ ദറജതിഹി. എന്നാൽ ചില ആളുകളുണ്ട് തൗബ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അവർ നേരത്തെ ഉണ്ടായിരുന്ന ദർജയിൽ അവർ എത്തുന്നുണ്ടാകില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഖുൽതു, ഞാൻ പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹാദാ ബിഹസ്ബി ഖുവ്വതി തൗബതി വകമാലിഹാ. ഇതുണ്ടാകുന്നത് ഒരുത്തന്റെ തൗബയുടെ പൂർണ്ണതയിലും അതിന്റെ ശക്തിയിലുമാണ്. വമാ അഹ്ദസത്ഹു അൽമഅസിയ ലിൽഅബ്ദി മിന അദ്ദുൽ വൽഖുദൂഇ വൽഇനാബ. ഏതു തരത്തിൽ? ആ തിന്മ കാരണത്താൽ അവനുണ്ടായിട്ടുള്ള താഴ്മയും അള്ളാഹുലേക്കുള്ള മടക്കവും അനുസരിച്ചു ഇരിക്കും. വൽഹസ്രി വൽഖൗഫ് മിനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിന്റെ അളവനുസരിച്ചിരിക്കും. വൽബുകാഇ മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് എത്ര കരയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കും. ഫഖദ് തഖ്വാ ഹാദിൽ ഉമൂർ, ഈ കാര്യങ്ങൾ, അഥവാ അവൻ തിന്മ ചെയ്തു, ഒരാൾ നല്ല അള്ളാഹുലേക്ക് അനുസരിക്കുന്ന ആളായിരുന്നു, പക്ഷെ ഒരു തെറ്റ് പറ്റിപ്പോയി, അങ്ങനെ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് അതിയായി കരഞ്ഞ് അള്ളാഹുവിനെ ഭയപ്പെട്ട് തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുകയാണ്. അത് നല്ല ശക്തമായിട്ടുണ്ടെങ്കിൽ ഹത്താ യഊദ അത്തായിബു ഇലാ അർഫഅ മിൻ ദറജതിഹി, അങ്ങനെ അവൻ ഏറ്റവും നല്ല രീതിയിൽ മുന്നേറാൻ പറ്റിയാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മുകളിലേക്ക് അവൻ എത്താൻ പറ്റും. യസീറ ബഅദ തൗബതി ഖൈറൻ മിൻ ഖബ്ല അൽ ഖതിയ. ആ തിന്മ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായിട്ട് അവൻ മുന്നോട്ട് പോകാൻ പറ്റും. ഫഹാദാ ഖദ് തകൂൻ അൽ ഖതിയതു ഫീ ഹഖ്ഖി റഹ്മതൻ. അങ്ങനെ ആകുമ്പോൾ ആ സംഭവിച്ച തിന്മ അവനൊരു സത്യത്തിൽ ഒരു കാരുണ്യമായിട്ട് മാറും. ആ സംഭവിച്ച അബദ്ധം അവനൊരു കാരുണ്യമായിട്ട് മാറും. ഏത് തരത്തിലാവുമ്പോ? കൂടുതൽ തൗബ ചെയ്ത് സൽക്കർമ്മം ചെയ്ത് മുന്നേറാൻ പറ്റുമ്പോ. ഫഇന്നഹാ നഫത് അൻഹു ദാ അൽ ഉജ്ബ്. കാരണം ആ തിന്മ കൊണ്ട് അവന്റെ ഉള്ളിലുണ്ടാകുന്ന ഉജ്ബിന്റെ രോഗം അത് ഒഴിവായി കിട്ടും. വഖല്ലസത്ഹു മിൻ സിഖതിഹി ബിനഫ്സിഹി വഇദ്ലാലിഹി ബിഅമാലിഹി വവലദ് ഖദ്ദ വറാഅതിഹി വദുല്ലിഹി വൻകിസാരിഹി അലാ അത്ബതി ബാബി സയ്യിദി വമുലാ വഅറഫത്ഹു ഖദ്റഹു വഅശ്ഹദത്ഹു ഫഖറഹു വളറൂറതഹു ഇലാ ഹിഫ്ളി സയ്യിദിഹി വമൗലാഹു ലഹു. അവന് ബോധ്യപ്പെടും അവൻ എത്രത്തോളം അവന്റെ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്, റബ്ബിന്റെ സംരക്ഷണത്തിലേക്ക് ആവശ്യക്കാരനാണ് എന്ന ബോധ്യം വന്ന് അള്ളാഹുവിന് മുമ്പിൽ കൂടുതൽ താഴ്മ വന്ന് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ആവശ്യപ്പെട്ട് കൂടുതൽ അള്ളാഹുവിലേക്ക് അനുസരിക്കാൻ പറ്റും. അതായത് തിന്മ കൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടമായി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് പാപം ചെയ്യാനുള്ള അവസരം എളുപ്പാക്കി കൊടുക്കും.
അല്ലെങ്കിൽ അവന്റെ മേലെ ഖദറാക്കും, മുഅ്മിനായ അടിമയായിരിക്കും. എന്തിനാണത്? അവന് ഉജ്ബ് എന്നുള്ള മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷ തേടാൻ. തിന്മയേക്കാൾ അപകടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൗലം തകൂനു തുദ്നിബൂൻ, നിങ്ങൾ തിന്മ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ലഖശീതു അലൈക്കും അക്ബർ മിൻ ദാലിക്, അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ നിങ്ങൾ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അൽ ഉജ്ബ്, ഉജ്ബാണ് ഞാൻ ഭയപ്പെടുന്നത് പറഞ്ഞു. അതാ നന്മ ചെയ്യുന്ന ആളുകൾക്കൊന്നും ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ലൊരാളാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആ തരത്തിൽ തോന്നൽ വന്നാൽ അല്ലാഹു തആല അവന് ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ അവന് തിന്മ ചെയ്യാനുള്ള അവസരം കൊടുക്കും. കാരണം അവൻ തിന്മ ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും, ഞാൻ എത്രത്തോളം ദുർബലനാണ്, ഞാൻ ഒന്നും ആയിട്ടില്ല, ഞാൻ എവിടെ എത്തിയിട്ടില്ല, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് ചെയ്യാൻ സാധിച്ചതെന്നുള്ള ബോധം അവന് വരും. അവനെന്ത് ചെയ്യും? അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി കൂടുതൽ അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണത്തിനും വേണ്ടി, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ അടുക്കാൻ വേണ്ടി കൂടുതൽ സൽക്കർമ്മം ചെയ്യും, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാവും. യഥാർത്ഥത്തിൽ ആ തിന്മ അവനൊരു കാരുണ്യമായി മാറിയതായിരിക്കും. അതുകൊണ്ടാണ് സലഫുകൾ ചില പറയാറുള്ളത്, ചില അടിമകൾ അവർ ചെയ്ത നന്മകൾ കൊണ്ട് നരകത്തിൽ കിടക്കും, ചില അടിമകൾ അവർ ചെയ്ത തിന്മകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കും. എങ്ങനെയാണത്? അവർ ചെയ്ത നന്മകൾ കാരണത്താൽ ഉജ്ബ് തോന്നി, ആ ഉജ്ബ് കാരണത്താൽ, ഉജ്ബ് ശിർക്കിന്റെ ഭാഗമാണ്, അവർ നരകത്തിൽ കിടക്കും. എന്നാൽ ചില ആളുകൾ തിന്മ ചെയ്തു പോയിട്ടുണ്ടാവും, പക്ഷേ ആ തിന്മയിലുള്ള വിഷമം കൊണ്ട് അള്ളാഹുലേക്ക് പൊട്ടിത്തകർന്ന് നന്മകൾ ചെയ്ത് അതിന് പകരം ഇസ്തിഗ്ഫാർ ചെയ്ത് അത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമായിട്ടും മാറും. അതാണ് ഒരിക്കൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു മുഅ്മിനിന് അള്ളാഹു ഖൈറല്ലാതെ ഒന്നും വിധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അപ്പൊ ഒരു മുഅ്മിൻ തിന്മ ചെയ്തു പോകുന്നതോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് മറുപടി, അതും ഖൈറാണ്. എപ്പോൾ? അവൻ ആ തിന്മ കാരണത്താൽ അള്ളാഹുവിലേക്ക് പൊട്ടിത്തകർന്ന് അവൻ കരഞ്ഞ് പശ്ചാത്തപിച്ച് ഇനാബത്തോടു കൂടി മടങ്ങുകയാണെങ്കിൽ ആ തിന്മയുടെ അവന് ഒരു ഖൈറായിട്ട് മാറുന്നതായിരിക്കും, അവനൊരു നന്മയായിട്ട് ആ തിന്മ മാറും എന്ന് പറയുകയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ നമ്മൾ ഏതൊരു ദർജയിലേക്കാണോ ഉയർന്നിരുന്നത്, എത്രത്തോളമാണോ അള്ളാഹുവിലേക്ക് അടുത്തിരുന്നത്, അതിലേക്ക് കൂടുതൽ അടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഉണ്ടാവണം. ഒരു തിന്മ ചെയ്താൽ മുൻപ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന കർമ്മങ്ങളെക്കാൾ കൂടുതൽ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അങ്ങനെ അടുക്കാൻ ശ്രമിച്ചാൽ അവന്റെ തൗബ കൊണ്ട് അവന് ഉപകാരപ്പെടും. അതല്ല വീണ്ടും നമ്മൾ മടിയും അലസതയുമാണെങ്കിൽ നമ്മൾ വീണ്ടും താഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിന്മകൾ ചെയ്തിട്ടും നമ്മുടെ മേലെ ശിക്ഷകൾ ഇറക്കുന്നില്ല, അല്ലെങ്കിൽ ആകാശഭൂമികൾ നമ്മുടെ മേലെ പൊട്ടി വീഴുന്നില്ല, അതിൽ നിന്നുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല, നമുക്ക് കുറച്ച് സമയം തരുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഹിൽമ്, അവധാനത, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ അറിയിക്കുന്ന കാര്യമാണ്. ഇബ്നു ഖയ്യിം പറയാണ് സൂറത്തു ഫാത്തിറിലെ 41-ാമത്തെ ആയത്ത് പറഞ്ഞിട്ട്, ഇന്നല്ലാഹ യുംസിക്കുസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പിടിച്ചു നിർത്തുന്നു, അൻ തസൂല, അത് നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്, വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദി, അതെങ്ങാനും നീങ്ങിപ്പോയാൽ അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, അവൻ അങ്ങേയറ്റം അവധാനതയും കാരുണ്യവുമുള്ളവനാ, ഗഫൂറാണ് എന്ന് പറഞ്ഞു. ഇബ്നു ഖയ്യിം പറയാണ്, ഈ ആയത്ത് അവസാനിച്ചത് അൽ ഹലീം അൽ ഗഫൂർ, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കൃപയും കാരുണ്യവും അറിയിക്കുന്ന വാക്കുകളാണ്. ഇതുകൊണ്ട് അറിയിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചെയ്ത തിന്മകൾ കാരണത്താൽ അള്ളാഹു ഈ ആകാശഭൂമികളെ നശിപ്പിക്കാത്തത് അവൻ അങ്ങേയറ്റം ഹിൽമും അതുപോലെ മഗ്ഫിറത്തും ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാണ്. പക്ഷെ സഹോദരങ്ങളെ, തിന്മകളെ നിസ്സാരമായി കാണരുത്. നമുക്ക് ശിക്ഷ വരുന്നില്ല എന്നുള്ളത് അള്ളാഹു നൽകുന്ന കാരുണ്യമാണ്. ഇബ്നു ഖയ്യിം പറയാണ്, വഖദ് അഖറജ അല്ലാഹു സുബ്ഹാനഹു അൽ അബവൈനി മിനൽ ജന്ന ബിദംബിൻ വാഹിദിൻ ഇർതകബാഹ്, നമ്മുടെ മാതാപിതാക്കളെ ആദം നബിയെയും ഹവ്വായെയും സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കിയത് ഒരൊറ്റ തിന്മ ചെയ്തുകൊണ്ടാണ്. വഖാലഫ ഫീഹി നഹ്യഹു, അള്ളാഹു വിരോധിച്ച ഒരു കാര്യത്തിന് അവരെതിരായി നിന്നുകൊണ്ട്. വലഅന ഇബ്ലീസ വതറദഹു വഅഖറജഹു മിൻ മലകൂതിസ് സമാവാതി വൽ അർദ് ബിദംബിൻ വാഹിദിൻ ഇർതകബഹു, ഇബ്ലീസിനെ അള്ളാഹു ശപിച്ച് ആട്ടി ഓടിച്ചത്, ആകാശഭൂമികളുടെ ആ മലക്കൂത്തിൽ നിന്ന് ആട്ടി ഓടിച്ചത് അവൻ ചെയ്ത ഒറ്റ തിന്മ കൊണ്ടാണ്. വഖാലഫ ഫീഹി അംറ, അള്ളാഹു കൽപ്പിച്ച കാര്യത്തിനെതിരായതുകൊണ്ട്. രണ്ട് കാര്യം നമുക്ക് ഉണ്ടാവുക. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, രണ്ട്, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. പിശാച് ചെയ്ത്, ഇബ്ലീസ് ചെയ്തത് എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്തില്ല. മനുഷ്യൻ ചെയ്തത് എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാം പറ്റിയെന്ന് വിരോധിച്ച കാര്യം ചെയ്തു. ഇതിൽ ഏറ്റവും ഗൗരവം കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കലാണ്.
വിരോധിച്ച കാര്യം രണ്ടും തെറ്റാണ്. എന്നാൽ വിരോധിച്ച കാര്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവം കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുന്നതാണ്. പെട്ടെന്ന് മനസ്സിലാവാൻ, ഒരാള് ഒരു കളവ് എടുത്ത് നടത്തുകയാണ്, അയാളേക്കാൾ കുറ്റക്കാരൻ നിസ്കരിക്കാത്തവനാണ്. നിസ്കാരം കൽപ്പിച്ച കാര്യമാണ്, അത് ചെയ്യാത്തവനാണ് ഒരു കട്ടെടുക്കുന്നതിനേക്കാൾ കുറ്റക്കാരനായിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞത് മാത്രം. എന്നിട്ട് പറയാണ്, നമ്മൾ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ തിന്മ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിന്മകളിൽ പൊഴുകുന്ന വിഡ്ഢികളായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ബൈറ്റ് കൊടുക്കുകയാണ്. നമ്മൾ തിന്മകൾക്ക് മേലെ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് നമ്മൾ പ്രതീക്ഷ വെക്കുന്നു. ദറജൽ ജിനാനി ലദൻ നഈമിൽ ഖാലിദി, എന്താ നമ്മുടെ പ്രതീക്ഷ? സ്വർഗത്തിന്റെ ആ സ്ഥിരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതിന്റെ ഉന്നതമായ ദറജയിൽ നമുക്ക് ലഭിക്കുമെന്ന്. വലഖദ് അലിംനാ അഖ്റജൽ അബുവൈനി മിൻ, നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ അവിടുന്ന് പുറത്താക്കിയത്. മിൻ മലകൂതിഹിൽ അലാ ബിദംബിൻ വാഹിദിൻ, ഒറ്റ തിന്മ കൊണ്ടാണ് സ്വർഗത്തുനിന്ന് പുറത്തായത്. ഒരു തിന്മ കൊണ്ടാണ് സ്വർഗത്തുനിന്ന് പുറത്തായത് എന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ തിന്മയിൽ മുഴുകിക്കൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കുന്നു? നമ്മൾ സ്വർഗത്തിലെ ഉന്നതമായ ദറജയിൽ എത്തിച്ചേരാം എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദാ കുല്ലുഹു ഇദാ കാന നുസൂലുഹു ഇലാ മഅസിയ, ഈ അവസ്ഥ, ഈ നിന്ദ്യതയുടെ താഴ്മയിലേക്കും ഇതുപോലുള്ള അവസ്ഥയിലും സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് നിന്ദ്യതയുടെ താഴ്മയിലേക്ക് ഇറങ്ങിയതൊക്കെ അനുസരണക്കേടുകൊണ്ടാണ്, പാപങ്ങൾ കൊണ്ടാണ്. فإذا كان نزوله إلى أمر يقدح في أصل إيمانه, ഇനി എന്തെങ്കിലും ഈ തിന്മ എന്നുള്ളത് അവന്റെ അസ്ലിയായിട്ടുള്ള ഈമാനെ ബാധിക്കുന്നതാണെങ്കിലോ, മിസ്ലു ശുകൂക് വറൈബ് വന്നിഫാഖ്, ദീനിന്റെ കാര്യങ്ങളിൽ പരലോകത്തിന്റെ സംശയം, കപടത, അതുപോലെ സംശയമുള്ള വിഷയങ്ങളാണെങ്കിലോ, فذاك نزول لا يرجى لصاحبه صعود إلا بتجديد إسلامه من رأسه, അതിൽ നിന്ന് അവൻ പിന്നെ മേലേക്ക് ഉയരുന്നുണ്ടെങ്കിൽ അവന്റെ തലയിൽ ഈമാനിനെ ഒന്നുകൂടി പുതുക്കേണ്ടി വരും. ഇസ്ലാമിനെ ഒന്നുകൂടി പുതുക്കി തുടങ്ങിയാലാണ് ഈ നിഫാഖിന്റെയും ഷക്കിന്റെയും സംശയത്തിന്റെയും കെണി, പാപത്തിനേക്കാൾ അപകടമാണ്, അതിൽ നിന്ന് ഉയരാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് അൽ-മആസി തുജദി അലാ സാഹിബി അസ്നാഫിൽ മഖ്ലൂഖാത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ്. തിന്മകൾ ചെയ്യുന്നവന് അവന്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ അവൻ നേരിടേണ്ടി വരും. സലഫുകൾ പറഞ്ഞതുപോലെ, ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ എന്റെ ഭാര്യയുടെയും എന്റെ വാഹനാമൃഗത്തിന്റെയും സ്വഭാവത്തിന് അതിന്റെ മാറ്റം കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് വരെ എന്തുണ്ടാകും? നമുക്കൊരു സംരക്ഷണം നഷ്ടപ്പെടാൻ അള്ളാഹുവിന്റെ. പിന്നെ നിന്ദ്യതയും ആക്ഷേപവും അവരിൽ നിന്നുള്ള തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോ അത് ഈമാൻ കൊണ്ടേ പകരം വീട്ടാൻ പറ്റുള്ളൂ. ഇബ്നു ഖയ്യിം പറഞ്ഞിട്ട് പറയാണ്, ഫഇന്ന മൂജിബ السيئات والحسنات تتدافع ويكون الحكم للغالب كما تقدم, നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥകൾ, തിന്മയുടെ ദോഷങ്ങളെ നന്മ കൊണ്ട് വേണം അതിനെ എതിർക്കാൻ. وكلما قوي جانب الحسنات كان الرد اقوى كما تقدم, നന്മകളാണ് മുന്നേറുന്നത് എങ്കിൽ തിന്മയുടെ ദോഷങ്ങളെ അത് പ്രതിരോധിച്ചു നിൽക്കും. فإن الله يدافع عن الذين آمنوا, കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു മുഅ്മിനീങ്ങളെ പ്രതിരോധിച്ച് സംരക്ഷിക്കും. والإيمان قول وعمل, ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയാണ്. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞു എന്നുകൊണ്ട് അത് ഈമാനാവില്ല, അത് വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകേണ്ട കാര്യമാണ്. فبحسب قوة الإيمان يكون الدفع, ഒരുത്തന്റെ ഈമാനിന്റെ ശക്തി അനുസരിച്ച് അള്ളാഹു അവനെ പ്രതിരോധിക്കുന്ന ശക്തിയും കൂടും, എന്തെങ്കിലും ദോഷത്തിൽ പ്രതിരോധിക്കുന്നത്. വല്ലാഹുൽ മുസ്തആൻ. എന്നിട്ട് അടുത്ത് പറയാണ്, അൽ മആസി തഖൂനു സാഹിബഹാ ഇൻദൽ ഹാജ, തിന്മകൾ ഒരു മനുഷ്യനെ അവന്റെ ആവശ്യഘട്ടത്തിൽ വഞ്ചിച്ചു കളയും. അവന് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്ത തിന്മകൾ കാരണത്താൽ അവന് രക്ഷപ്പെടാൻ സാധിക്കാതെ അതവനെ വഞ്ചിച്ചു കളയുന്ന അവസ്ഥയുണ്ടാവും. അതായത് തിന്മകളിൽ നമ്മൾ മുഴുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ ദുനിയാവിന്റെ വിഷയങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ട് മാറേണ്ട, അള്ളാഹുവിന്റെ സഹായം ലഭിക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മുടെ അറിവ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ആ തിന്മകളുടെ അനന്തര ഫലമായിട്ട് അതിന് സാധിക്കാതെ വരും. അതിനൊരു ഉപമ പറയാണ് ഇബ്നു ഖയ്യിം പറയാണ്, فإذا وقع في مكروه واحتاج إلى تخلص منه خانه قلبه ونفسه وجوارحه, അവന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ അവൻ പെട്ടു, അവന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൽ അകപ്പെട്ടു. അതായത് ഒന്നൊരു മനസ്സിലാക്കാൻ നമ്മുടെ സാഹചര്യമായി ബന്ധിപ്പിക്കാൻ പറയാണ്. ഇപ്പൊ തിന്മകൾ മുഴുകുന്ന ആള്
അവന് പിന്നെ എന്തെങ്കിലും നഷ്ടം വന്നു, അവന്റെ കച്ചവടം നഷ്ടം വന്നു, അല്ലെങ്കിൽ അവന്റെ ആരെങ്കിലും മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അവനൊരു ബുദ്ധിമുട്ട് വന്നു, ആ സമയത്ത് അവൻ അതിൽ നിന്ന് ഈ ബുദ്ധിമുട്ട് തിന്മയിൽ നിന്നല്ല, തിന്മ അവിടെ ചെയ്യുന്നുണ്ട്, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് പരിശ്രമിക്കുന്ന ആവശ്യം വരും. അവന്റെ അറിവ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അല്ലെങ്കിൽ അത് ക്ഷമിക്കാനൊക്കെ ആവശ്യം വരും. പക്ഷേ ഒരാൾ തിന്മയിൽ മുഴുകുന്ന ആളാണെങ്കിൽ അവന് ഇതുപോലെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ വന്നാൽ വഹ്താജ ഇലാ തഖല്ലുസി മിൻ, അതിന് രക്ഷപ്പെടേണ്ട ആവശ്യം വന്നാൽ ഖാനഹു ഖൽബുഹു വനഫ്സുഹു വജവാരിഹു, അവന്റെ ഖൽബും അവന്റെ മനസ്സും അവന്റെ ശരീരവും അവനെ വഞ്ചിക്കും, അവനതിന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാവും. ഫകാന ബിമൻസിലതി റജുലിൻ മഅഹു സൈഫുൻ, ഒരു ഉപമ പറയാണ്, എങ്ങനെയാണ്, ഒരാളെ പോലെയാണ്, അവന്റെ കയ്യിൽ വാളുണ്ട്. قد غشيه الصدع ولزم قرابه بحيث لا ينجذب مع صابه اذا جذبه, അവനെ ഒരു ശത്രു നേരിടാൻ വരികയാണ്. ആ ശത്രു വരുന്ന സമയത്ത് ഫഅറള ലഹു അദുവൻ യുരീദു ഖത്ലഹു, ആ ശത്രു വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ വാളുണ്ട്, വാളിന്റെ ഉറയിലായിട്ട് വാളുണ്ട്. ആ വാൾ അവൻ നിൽക്കുമ്പോ ഫവളഅ യദഹു അലാ ഖായിമ സൈഫിഹി വജ്തഹദ ലിയുഖ്രിജഹു, അവൻ ആ വാൾ പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണ്, പക്ഷെ വാൾ അതിൽ കുടുങ്ങി കിടക്കാൻ, പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഫലം യഖ്റുജ്, അത് പുറത്തേക്ക് വരുന്നില്ല. ഫദഹമഹു അൽ അദു വളഫറ ബിഹി, അവനെ അവന്റെ ശത്രു കീഴ്പ്പെടുത്തി നശിപ്പിച്ച് കളയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നമ്മളൊരു ഉപമ, വേറൊരു ഉപമ അതിന് സാധാരണ പറയാറുണ്ട്. ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാളെ സങ്കല്പിക്കുക. അയാള് കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അയാൾ എന്ത് ചെയ്തു, അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഭക്ഷിക്കാതെ കുതിരക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ അയാളൊന്നും കഴിക്കുന്നില്ല, കുതിരക്ക് ആവശ്യമുള്ള കൂടുതലായിട്ട് കൊടുത്തു. കുതിര യാത്ര ചെയ്യല്ലേ, കുതിരക്ക് ഇതായിക്കോട്ടെ എന്നുള്ളത്. അങ്ങനെ അയാൾ പോയി, അയാൾ ക്ഷീണിതനായി. അങ്ങനെ ഒരു വഴിയിലെത്തി, രണ്ട് വഴിയുണ്ട്. അപ്പൊ ഇയാൾക്കറിയാം ഈ ഒരു വഴിയിൽ പോയാൽ അവിടെ കൊള്ളക്കാരും എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണുള്ളത്, എനിക്ക് പോകേണ്ടത് മറ്റേ വഴിയിലൂടെയാണെന്ന് അറിയാം. പക്ഷെ കുതിര ഇവന് അപകടമുള്ള വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവൻ ദുർബലനായിട്ടുണ്ട്, ഇവൻ ആ കുതിരനെ പിടിച്ചു നിർത്താനോ വഴിതിരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഈ കുതിര അപകടത്തിലേക്ക് പോകുമ്പോ അവൻ അതിന്റെ മുകളിൽ നിന്ന് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ നോക്കി നിൽക്കുന്ന പോലെയായിരിക്കും തിന്മകൾ മുഴുകേണ്ട ഒരു അവസ്ഥ. തിന്മയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ പോണ കാണുമ്പോഴും നമുക്ക് നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്താൻ പറ്റൂല. നമുക്ക് അറിയുണ്ടാവും ഇതിനെ നശിപ്പിക്കാൻ പോവാണ്, ഇതുകൊണ്ട് എനിക്ക് നാശം ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പായിരിക്കും. പക്ഷേ തിന്മകളുടെ ആധിക്യം കാരണത്താൽ നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ വരും. പറയാം, നഫ്സ് എന്നത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലുണ്ടാവും. നഫ്സുൽ അമ്മാറ, നഫ്സുൽ മുത്മഇന്ന. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നഫ്സ്. നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞാൽ നന്മകളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തൃപ്തിപ്പെട്ട് സമാധാനം കൊണ്ടുവന്ന ഒരു മനസ്സ്. എന്നാൽ ഈ നഫ്സുൽ മുത്മഇന്ന ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും അടിമകളുടെ നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത് നഫ്സുൽ മുത്മഇന്ന ആവാനാണ്. അപ്പൊ നഫ്സുൽ മുത്മഇന്നയിൽ നിന്ന് നഫ്സുൽ അമ്മാറയായിട്ടുള്ള ഒരാളുടെ നഫ്സ്, തിന്മകൾ ചെയ്ത് ആ രീതിയിലായിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കോ ബുദ്ധിമുട്ടോ വന്നാൽ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ അതിൽ മുഴുകി നാശം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഇബ്നുൽ ഖയ്യിം പറയാണ്, വകദാലിക النفس فإنها تخبط بالشهوات والمعاصي وتضعف أعني النفس المطمئنة وإن كانت الأمارة تقوى وتتأسد. ഒരുത്തൻ അവന്റെ ശഹവത്തുകളും തിന്മകളിലായിട്ട് മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ മുത്മഇന്നായിട്ട് നഫ്സ് അമ്മാറത്തായിട്ട് മാറും. വകുല്ലമാ ഖവിയത് ഹാദിഹി ضعفت تلك. നഫ്സുൽ അമ്മാറ എത്രത്തോളം ശക്തിപ്പെടുന്നുവോ നഫ്സുൽ മുത്മഇന്ന ദുർബലമായി പോകും. ഫയബ്ഖി അൽ ഹുക്മു വതസറഫ് ലിൽ അമ്മാറ. പിന്നെ തിന്മക്ക് പ്രേരിപ്പിക്കുന്ന നഫ്സിന്റെ അവസ്ഥയിലേ പോവുകയുള്ളൂ. വറുബ്ബമാ മാതത് നഫ്സുൽ മുത്മഇന്ന മൗതൻ ലാ യുർതജാ മഅഹു ഹയാ. എത്രത്തോളം എന്താ, ചിലപ്പോഴൊക്കെ നഫ്സുൽ മുത്മഇന്ന ചത്തുപോകും, തിരിച്ചൊരു ജീവിതമില്ല എന്നുള്ള അവസ്ഥയിൽ നശിച്ചു പോകും. ഫഹാദാ മയ്യിതുൻ ഫിൽ ബർസഖി ഗൈറു ഹയ്യിൻ ഫിൽ ആഖിറ ഹയാതൻ യൻതഫഉ ബിഹി. അവന് ദുനിയാവിലും നഷ്ടാവും, ബർസഖിലും പരലോകത്തും ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയാവും. ബൽ ഹയാത്തുൻ യുദ്രികു ബിഹാ അൽ അലമു ഫഖത്. പിന്നീടുള്ള അവന്റെ ജീവിതം വേദന നിറഞ്ഞത് മാത്രമായിരിക്കും. എന്നിട്ട് ഇത് ചുരുക്കിക്കൊണ്ട് ഇബ്നു ഖയ്യിം പറയുന്നത്, വൽ മഖ്സൂദ്, ഈ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം, അന്നൽ അബ്ദ ഇദാ വഖഅ ഫീ ശിദ്ദത്തിൻ ഔ കുർബത്തിൻ ഔ ബലിയത്തിൻ, ഒരു മനുഷ്യൻ അവനൊരു ഞെരുക്കത്തിലോ പരീക്ഷണത്തിലോ വേദനയിലോ അകപ്പെട്ടാൽ, ഖാനഹു ഖൽബുഹു വലിസാനുഹു വജവാരിഹു, അവന്റെ ഖൽബും നാവും ശരീരവും ഒക്കെ വഞ്ചിക്കും. അമ്മാ ഹുവ അൻഫഉ ശൈഇൻ ലഹു, അവനെ ഏറ്റവും ഉപകരിക്കേണ്ട സമയത്ത്, അവനതിൽ നിന്ന് രക്ഷപ്പെടേണ്ട സമയത്ത്, ഫലാ യൻജദിബു ഖൽബുഹു ലിത്തവക്കുലി അലല്ലാഹി തആല, അവന്റെ ഖൽബ് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല.
തിന്മ ചെയ്യുന്ന ഒരുത്തനാണോ അവന് പെട്ടെന്നൊരു പരീക്ഷണം വന്നാൽ അള്ളാഹുൽ ഭരമേൽപ്പിക്കാൻ അവന് പറ്റൂല. അവന്റെ കൽബ് അവനെ ചതിക്കും. ആ തിന്മ ചെയ്തുകൊണ്ട് അവന്റെ കൽബ് അള്ളാഹുൽ ഭരമേൽപ്പിക്കാനുള്ള സമാധാനം കണ്ടെത്താൻ അവസ്ഥ അവനുണ്ടാവില്ല. അവന്റെ കൽബ് ചതിക്കും. വലാ അൽ ഇനാബത്തി ഇലൈഹി വൽ ജംഇയ്യത്തി അലൈഹി, എന്തെങ്കിലും വേറെ നഷ്ടം വന്നു, അവനാ നഷ്ടം വന്നാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനോ അള്ളാഹുവിലേക്ക് കൽബിനെ തിരിക്കാനോ സാധിക്കില്ല. അവന്റെ ശരീരവും മനസ്സും ഒക്കെ അവനെ ചതിക്കും. അള്ളാഹുവിന് മുമ്പിൽ താഴ്മയോടുകൂടി നിൽക്കാൻ പറ്റില്ല. അവന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്റിൽ ഒതുങ്ങില്ല. കാരണം കൽബിന് അത്രയും ഞെരുക്കം വന്നാൽ അള്ളാഹിനെ കുറിച്ച് ദിക്റുകൊണ്ട് സമാധാനം കിട്ടുള്ളൂ. പക്ഷെ അവന്റെ നാവ് അതിന് തയ്യാറാവില്ല. ഇനി നാവ് കൊണ്ട് അവൻ പറഞ്ഞാൽ പോലും അവന്റെ കൽബും നാവും കൂടി ഒരുമിക്കില്ല. നീ പിന്നെ നാവ് കൊണ്ട് ദിക്ർ ചെയ്താൽ കൽബ് അതിനെ പിടിച്ചു നിർത്തുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് യാതൊരു അനന്തര ഫലവും ഇല്ലാത്ത അവസ്ഥയിൽ അവനെ ചതിച്ചുകൊണ്ടിരിക്കും. ബൽ ഇൻ ദക്കറ ഔ ദഅ ദക്കറ ബിഖൽബിൻ ലാഹിൻ സാഹിൻ ഗാഫിലിൻ, ഇനി അവൻ ആ സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് ദുആ ചെയ്യുകയാണെങ്കിൽ അശ്രദ്ധമായിട്ടുള്ള കൽബ് കൊണ്ടേ അവൻ ചെയ്യുകയുള്ളൂ. വലൗ അറാദ മിൻ ജവാരിഹി അൻ തുഈനഹു ബിതാഅത്തിൻ തദ്ഫഉ ലം തൻഖദ് ലഹു വലം തുതാബിഹു, ഇനി അവന്റെ ശരീരം കൊണ്ട് ഒരു മുസീബത്ത് ബാധിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാം കീഴൊതുങ്ങാം എന്ന് വിചാരിച്ച് അവൻ ശ്രമിച്ചാൽ പോലും അവന്റെ ശരീരം അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിൽ അവന് കിട്ടൂല. അത് അതിന്റെ തോന്നിയ പോലെ പോകുന്ന അവസ്ഥയിൽ അവന്റെ എല്ലാം, അവന്റെ കൽബും മനസ്സും ശരീരമെല്ലാം അവനെ ആ സമയത്ത് ശതിക്കും. അവൻ തിന്മയിൽ മുഴുകിയതുകൊണ്ട്, അവൻ തിന്മയിൽ മുഴുകിയതുണ്ട്. ഇതെല്ലാം പാപത്തിന്റെയും തിന്മകളുടെയും അനന്തര ഫലമായിട്ടുണ്ടാകുന്ന. ഇനി പറയാൻ ഇബ്നു ഖയ്യിം ഇതിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം പറയാണ്. ഈ പറഞ്ഞതിനേക്കാൾ എല്ലാം ഭയപ്പെടുത്തുന്ന ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. അവന്റെ മരണസമയത്ത്, അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ നാവും കൽബും എല്ലാം അവനെതിരാവും. തിന്മയിൽ മുഴുകിയ ഒരുത്തന് അവസാനം ഷഹാദത്ത് പറയാൻ അവന്റെ നാവ് ഒരുങ്ങില്ല. അവന്റെ നാവ് കൊണ്ട് ഷഹാദത്ത് പറയാൻ സാധിക്കില്ല. ഒരുപാട് ആളുകളുടെ മരണസമയത്ത് ആളുകൾ അത് കണ്ടിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറയാൻ പറ്റാതെ കണ്ടിട്ടുണ്ട്. ഹത്താ ഖീല ലിബഅദിഹിം, ആ മരിക്കുന്ന ആളുകൾ മരിക്കുന്ന സമയത്ത് അവരോട് ചിലരോട് പറയും ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞാൽ അവർ പറയും ലാ അസ്തതിഉ അൻ അഖൂലഹാ, എനിക്ക് പറ്റുന്നില്ല പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാറില്ല. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞാൽ അയാൾ പറയും എനിക്ക് പറയാൻ പറ്റുന്നില്ല. വഖീല ആഖിർ, മറ്റു ചിലരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞാൽ അവർ പറയും ഷാഹ്റഖിൻ ഗലബ്തുക സുമ്മ ഖളാ, ചെസ് പോലെ അല്ലെങ്കിൽ ക്യാരംസ് പോലെ കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവരതിന്റെ കാര്യം പറയും. ഞാൻ അവനെ കീഴ്പെട്ടി, ഞാൻ അവനെ വെട്ടി, ഞാൻ അവിടെ ജയിച്ചു, അത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവൻ അതിലാവും മുഴുകിയിട്ടുണ്ടാവുക. മറ്റ് ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കഥയാണ്. ഹമ്മാം ബിൻ ജാബ് പറഞ്ഞിട്ട് ഒരു വഴി ചോദിച്ച ഒരു പെണ്ണ് വരും. അപ്പൊ ഇയാൾക്ക് ആ പെണ്ണിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് ഇയാളുടെ വീട് അടച്ച് ഇതാണ് അത് എന്ന് പറയും. അങ്ങനെ ഇയാള് ആ പെണ്ണിനെ പിന്നെ ആസ്വദിക്കാൻ നോക്കുമ്പോ ആ പെണ്ണ് ബുദ്ധിപൂർവ്വം പിന്നെ എന്ത് പറയും, കുറച്ച് സ്നേഹം പോലെ കാണിച്ചിട്ട് ഇയാളോട് കുറച്ച് സാധനങ്ങൾ വാങ്ങി വരാൻ പറയും. അങ്ങനെ ഈ പെണ്ണ് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അപ്പൊ ആ പെണ്ണിനോടുള്ള ഇഷ്ടം തലക്ക് പിടിച്ചിട്ട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സമയത്ത് എവിടെയാണ് ഹമ്മാം മിൻജാബ്, ഈ പെണ്ണ് ചോദിച്ച വഴി അതെവിടെയാണ്, ഇതെവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിലുള്ളതായിരിക്കും മരണസമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. വഖീല ലി ആഖിർ, മറ്റു ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞാൽ അവർ പറയും ഫജഅല യഹ്ദീ ബിൽ ഗനാ, അവര് പാട്ട് പാടിക്കൊണ്ടിരിക്കും. താത്തന തന്തന എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പാട്ട് അവരിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റില്ല, കാരണം അവർ പാട്ട് പാടി നടക്കുന്ന ആളുകളായിരിക്കും. വഖീല ലി ആഖിർ ദാലിക്, മറ്റു ചിലരോട് പറഞ്ഞാൽ അവർ പറയും മാ യൻഫഅനി മാ തഖൂൽ, നിങ്ങൾ പറയുന്നത് എനിക്കൊരു ഉപകാരം ചെയ്യുന്നില്ല. വലം അദ മഅസിയതൻ ഇല്ലാ റകബ്തുഹാ, ഞാൻ ചെയ്യാത്ത ഒരു തിന്മയില്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റാതെ പോകും. മറ്റു ചിലരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞാൽ അവർ പറയും മാ യുഗ്നി അന്നി, അതെനിക്ക് ഉപകരിക്കാൻ പോകുന്നില്ല. വമാ അരിഫു അന്നി സ്വല്ലൈതു ലില്ലാഹി സ്വലാത്തൻ, ഞാൻ അള്ളാഹുക്ക് വേണ്ടി ഒരു നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ല. മറ്റു ചിലരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞാൽ അവർ പറയും അന കാഫിറുൻ ബിമാ തഖൂൽ,
ഞാൻ നിങ്ങൾ പറയുന്നതിന് ഞാൻ നിഷേധിക്കുകയാണ്, അവനത് പറയാൻ പറ്റില്ല. മറ്റു ചില ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞ സമയത്ത് പറയും കുല്ലമാ അറദ്തു അൻ അഖൂലഹാ വലിസാനി യുംസികു അൻഹാ, ഞാനത് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഞാനത് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കത് പറയാൻ കിട്ടുന്നില്ല എന്ന് പറയും. വഖ്ബറനി മൻ ഹദറ ബഅദ അശ്ശഹാദീൻ ഇൻദ മൗതിഹി ഫജഅല യഖൂലു ലില്ലാഹ് ഫൽസുൻ ലില്ലാഹ് ഫൽസുൻ ലില്ലാഹ് ഹത്താ ഖളാ. ചില ഭിക്ഷക്കാരായിട്ടുള്ള ആളുകളോട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വന്നാൽ അവർ പറയും അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും തരണം, അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പറയാൻ പറ്റൂല. വഖ്ബറനി ബഅദു തുജ്ജാർ, ചില കച്ചവടക്കാര് അൻ ഖുറാബത്തിൻ ലഹു അന്നഹു ഇഹ്തളറ വഹുവ ഇൻദഹു, ആ മരണസമയത്ത് കച്ചവടക്കാരുടെ അടുക്കൽ ചെന്നിട്ട് അയാളോട് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോൾ അയാൾ പറയും ഹാദിൽ ഖത്അതു റഖീസ ഹാദാ മുശ്തറ ജയ്യിദ് ഹാദാ കദാ, ഇത് ലാഭമുള്ള ഒരു കച്ചവടമാണ്, ഇത് നല്ല വില കുറഞ്ഞ സാധനമാണ്, ഇത് വില കൂടിയ സാധനമാണ്, കച്ചവടത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ് കം ഷാഹദ الناس من هذا عبرا, എത്ര ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ചിന്തിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടുണ്ട്. വല്ലദീ യുഖ്ഫാ അലൈഹി മിൻ അഹ്വാലിൽ മുഹ്തളിരീൻ അഅ്ദം വഅഅ്ലം, ഇത് മനസ്സിലാക്കാതെ പോകുന്നവൻ എന്ത് വലിയൊരു അപകടത്തിലാണ് ഈ മരണസമയത്ത് ഒരു അവസ്ഥ വരുന്നത്. അതായത് തിന്മകളിൽ മുഴുകിയാൽ, അതിനോട് നമ്മൾ മുഴുകി ജീവിച്ചാൽ, മരണസമയത്ത് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ നാവും നമ്മുടെ കൽബും നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല, നമ്മളതനുസരിച്ച് ചെയ്യാൻ പറ്റാതെ വരും. എന്നാൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരോ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു ഫൈദാ കാനൽ അബ്ദു ഫീ ഹാലി ഹുദൂരി ദുഹ്നിഹി വഖുവ്വതി വകമാലി ഇദ്റാഹിഹി ഖദ് തമക്കന മിൻഹു അശ്ശൈത്താൻ വസ്തഅമലഹു ഫീമാ യുരീദുഹു മിൻ മആസില്ലാഹ്. ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിന്റെയും നാവിന്റെയും മേലെയെല്ലാം എല്ലാവിധ കഴിവുള്ള സമയത്ത് അവൻ പിശാചിനെ അനുസരിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മുഴുകിയാൽ വഖദ് അഗ്ഫല ഖൽബഹു അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് കൽബിനെ തെറ്റിച്ചാൽ വഅത്തല ലിസാനഹു അൻ ദിക്രിഹി, അള്ളാഹുവിനെ ഓർക്കുന്നതിന് നാവിനെ പാഴാക്കി കളഞ്ഞാൽ വജവാരിഹു അൻ തഅതി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് അവയവങ്ങൾ ഇല്ലാതിരുന്നാൽ ഫകൈഫ ദന്നു ബിഹി ഇൻദ സുഖൂത്ത് ഖവ്വാഹ്, അവന്റെ ആരോഗ്യം അവന്റെ ശക്തി അത് നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ, അത് വീഴുന്ന പോകുന്ന മരണസമയത്ത് എങ്ങനെയാണ് അവൻ വിചാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, അള്ളാഹുവിനെ ഓർക്കാമെന്ന്. വസ്തിഗാലി ഖൽബിഹി വനഫ്സിഹി ബിമാ ഹുവ ഫീഹി മിൻ അലമിൻ നസ്ജ്, ആ ഏറ്റവും വേദന അനുഭവിക്കുന്ന ആ നഷ്ടം സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവന്റെ മനസ്സും ശരീരവും കൽബെല്ലാം ഒന്നിക്കുക. വഖദ് ജമഅ അശ്ശൈത്താനു ലഹു കുല്ലു ഖുവ്വതിഹി വഹിമ്മതിഹി, അവന്റെ ശക്തിയും കഴിവുമെല്ലാം പിശാചിന് വേണ്ടി ചെലവഴിച്ചവനാണ് അവൻ. വഹശദഹു അലൈഹി ബിജമീഇ മാ യഖ്ദിറു അലൈഹി ലിയനാല മിൻഹു ഫുർസത ഫഇന്ന ദാലിക ആഖിറുൽ അമൽ, അവന്റെ അവസാനത്തെ ആ കർമ്മത്തിലും നഷ്ടം പറ്റുന്ന ആളായിട്ട് അവൻ മാറുന്നത് എന്ത് അവസ്ഥയായിരിക്കും. ഫഖ്വാ മാ യകൂനു അലൈഹി ശൈത്താനു ദാലികൽ വഖ്ത്, പിശാചായിരിക്കും ആ സമയത്ത് അവന്റെ മേലെ ഏറ്റവും ശക്തി കാണിക്കുക. വഅദ്അഫു മാ യകൂനു ഹുവ ഫീ തിൽകൽ ഹാൽ ഫമൻ തുറാ യസ്ലമു അലാ ദാലിക. എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുക? പിശാചിനനുസരിച്ച് ജീവിച്ചവൻ മരണസമയത്ത് എങ്ങനെയാണ് രക്ഷപ്പെടുക? എന്നിട്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അവസ്ഥ പറയാണ് സൂറത്തുൽ ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു, അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, ഈമാനുള്ള ആളുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. ബിൽ ഖൗലി സാബിത്, ഖൗലി സാബിത് മുഫസ്സിരിങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും യഥാർത്ഥ ഈമാൻ ഉണ്ടായിരുന്നവരെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. വയുദില്ലുല്ലാഹു ദ്ദാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ, അക്രമം പ്രവർത്തിച്ചവരെ പഴപ്പിച്ചു കളയും, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നവനാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിനോട് ചോദിക്കേണ്ടതാണ്. ഫകൈഫ യുവഫിഖു ലിഹുസ്നിൽ ഖാതിമതി മൻ അഗ്ഫല അല്ലാഹു സുബ്ഹാനഹു ഖൽബഹു അൻ ദിക്രിഹി വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ, അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധമായി അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റി ഹവയെ പിൻപറ്റി അവന്റെ കാര്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമായ ഒരുത്തർ എങ്ങനെയാണ് നല്ലൊരു അവസാനം പ്രതീക്ഷിക്കുക, അവന്റെ മരണം നന്നാവുമെന്ന് പ്രതീക്ഷിക്കുക? ഫബഈദും മൻ ഖൽബുഹു ബഈദും മിൻ അല്ലാഹി തആല, അള്ളാഹുവിൽ നിന്ന് അങ്ങേയറ്റം വിദൂരമായ കൽബുള്ള ഒരുത്തൻ. ഗാഫിലുൻ അൻഹു മുതഅബ്ബിദുൻ ലിഹവാ, അവന്റെ ഹവയെ ആരാധിച്ച ഒരുത്തൻ. അസീറുൻ ലിശഹവാതി, അവന്റെ ഇച്ഛകളുടെ തടവിലായ ഒരുത്തൻ. വലിസാനുഹു യാബിസുൻ അൻ ദിക്രി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ വറ്റിപ്പോയ നാവുള്ളവൻ. വജവാരിഹു മുഅത്തലതു അൻ തആതി, അള്ളാഹുവിനെ അനുസരിക്കാത്ത അവയവങ്ങളുമായിട്ടുള്ളവൻ. മുസ്തഗിലത്തുൻ ബിമഅസിയതി, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ അനുസരണക്കേടിൽ മുഴുകിയവൻ. ബഈദുൻ അൻ ഹാദാ അയുവഫിഖ ലിൽ ഖാതിമതി ബിൽ ഹുസ്ന, അവൻ വിചാരിക്കുന്നുണ്ടോ ഇതിന്നെല്ലാം അകന്നിട്ട് നല്ലൊരു അവസാനം അവനുണ്ടാവുന്നു?
നല്ലൊരു അവസാനം മരണസമയത്ത് അവൻ ഉണ്ടാകുമെന്ന്. വലഖദ് ഖതഅ ഖൗഫുൽ ഖാതിമതി ദുഹൂറൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ മുതുക് തകർത്തിട്ടുണ്ട് അവസാനത്തെ കുറിച്ചുള്ള ഭയം. തഖ്വയുള്ളവർക്ക് ഏറ്റവും ഭയം ഉണ്ടാവുക എന്താ അറിയോ? അവന്റെ അവസാനം എങ്ങനെയാവും എന്നുള്ളതാണ്. അപ്പോഴുള്ള സാഹചര്യങ്ങൾ ഭയമുണ്ടെങ്കിൽ കൂടി അവർ ഏറ്റവും ഭയപ്പെടുക അവന്റെ അവസാനം എന്തായിരിക്കും. അതാണ് സുഫിയാൻ സൗരിയുടെ അത്രയിൽ കാണാം. അദ്ദേഹം ഒരു ദിവസം വളരെ ഭയപ്പാടോടുകൂടി ബേജാറായി കണ്ട് വിഷയമായി ചോദിച്ചു, എന്താ പറ്റി? പാപങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? അദ്ദേഹം നിലത്ത് കിടക്കുന്ന എന്തൊരു സാധനം തെറിഞ്ഞിട്ട്, പാപങ്ങൾ എനിക്ക് ഇത്ര നിസ്സാരാണ്, എന്റെ അവസാനം ആലോചിച്ചിട്ടാണ്, എന്റെ അവസാനം എന്താകുമെന്ന് ആലോചിച്ചിട്ടാണ് എന്നാണ് പറയുക. പാപങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന അവസാനം എന്താണ് എന്നതാണ് ഭയപ്പെടുക. വകന്നൽ മുസീഈന അദ്ദാലിമീന ഖദ് അഖദൂ തൗഖീഅൻ ബിൽ അമാൻ. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ അവർ വിചാരിച്ചു പോകുന്നു നമ്മൾ നിർഭയരായി രക്ഷപ്പെടുമെന്ന്. എന്നിട്ട് അദ്ദേഹം സൂറത്തുൽ ഖലമിലെ ആയത്ത് കൊടുക്കാണ്, അം ലക്കും അയ്മാനുൻ അലൈനാ ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമ ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ. അവർക്ക് എന്താ വല്ല കരാറുണ്ടോ നമ്മുടെ അടുത്തുനിന്ന്? അള്ളാഹു ചോദിക്കുകയാണ്, അവർക്ക് നാളെ പരലോകത്ത് വരെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള വല്ല കരാറ് ഏറ്റുവാങ്ങിയിട്ടാണോ അവർ ജീവിക്കുന്നത് ഇത്ര നിർഭയരായിട്ട് തിന്മയിൽ മുഴുകിക്കൊണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ട ഒരു കാര്യം ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ല അവസാനമാണ്. ആ അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മുടെ നാവ് കൊണ്ട് സാധിക്കണമെങ്കിൽ, ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ഉണ്ടാവണമെങ്കിൽ, ഇന്ന് നമുക്ക് കഴിവുള്ള, നമുക്ക് ശക്തിയുള്ള ഈ സമയത്ത് അള്ളാഹുവിനെ ധിക്കരിക്കാതെ, പിശാചിന്റെ കൂട്ടാളിയാവാതെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർക്ക് അവസാനത്തിൽ എന്ത് പറയാൻ സാധിക്കുകയുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അവൻ എന്താണോ ഏറ്റവും കൂടുതൽ ഉള്ളിൽ തങ്ങിയത് അത് പറഞ്ഞുകൊണ്ടിരിക്കും. കച്ചവടമാണെങ്കിൽ അത് പറയും, വേറെ ആരോടെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് പറയും, അത് പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാനം ഏറ്റവും നല്ല രീതിയിൽ ആക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത ദിവസം നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.